കാരണം ഇവർക്ക് ഈ ഭരിക്കുന്നവർക്കെന്ന് വെച്ചാൽ മനുഷ്യത്വം ഇല്ല. അല്ലെങ്കിൽ എനിക്ക് എന്നെ പരിഗണിക്കത്തില്ലേ? കാരണം എനിക്ക് നടക്കാനോ ഒന്നും വയ്യല്ലോ. ഈ തൊഴിലറിയാം, ഞാൻ ആരെ ആശ്രയിക്കുന്നില്ല. ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കും. എനിക്ക് മൂന്ന് സെന്റ് സ്ഥലവും അല്ലെങ്കിൽ അവിടെ ഒരു കെട്ടിടവും ജോലി ചെയ്യാനുള്ള സൗകര്യമൊക്കെ തന്ന് ഞാൻ ജീവിച്ചു പോകും. 30 കോടി എന്ന് വെച്ചാൽ രണ്ടാമത്തെ നിലയാണ്. ഈ 12 വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത്. ഈ 12 വർഷം ഈ ഒരു റൂമിനകത്ത് തന്നെയാണ്. എന്റെ ജീവിതം വഴിമുട്ടി. എനിക്ക് തൊഴിലില്ല. തൊഴിൽ ചെയ്യാൻ മുഖ്യമന്ത്രി പിന്നെയും ഒരു പരാതി കൊടുത്തു. അപ്പോൾ എനിക്ക് മറുപടി കിട്ടിയെന്ന് വെച്ചാൽ അത് തീർപ്പാക്കി എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. ഞാനിന്നും ഇവിടെ കിടക്കുവാണ്. ഇനി എനിക്ക് സ്ഥലം അനുവദിച്ചോ, ഇനി അത് മറ്റൊരാരെങ്കിലും കൈക്കലാക്കിയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഹായ്, നമസ്കാരം. ഞാനിപ്പോ ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഇരവിപുരത്തുള്ള ഒരു സുനാമി ഫ്ലാറ്റിലാണ്. സാധാരണ ഈ സുനാമി ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു കൊല്ലം തോടിന്റെ ഭാഗത്ത് തളെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സുനാമി ഫ്ലാറ്റ് എന്ന് പറയുന്നത്. അപ്പം അവിടെ ഒരു ഈ കൊല്ലം തോടിന്റെ ഭാഗത്ത് ഒരു കടയും ഒക്കെ ആയിട്ട് നിന്നിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനാണ് ദേ ഈ കിടക്കുന്നത്. അദ്ദേഹത്തിന് ഭിന്നശേഷിക്കാരനാണ്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് അറിയാവുന്ന കുറച്ച് തൊഴിലുകളുണ്ട്. ഈ മോട്ടോർ വൈൻഡിങ്, മിക്സി, അങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് വർക്കുകളും ഒക്കെ അറിയാം. അപ്പൊ അതൊക്കെ ചെയ്ത് ഉപജീവനം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഈ സുനാമി ഫ്ലാറ്റുകൾ വന്നപ്പോൾ ഇവരുടെ ഈ കടകളും വീടും എല്ലാം എടുത്തപ്പോ ഇവർക്ക് കൊടുത്ത ഫ്ലാറ്റാണ് കേട്ടോ. അപ്പൊ ഈ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ 2ാമത്തെ നിലയിലാണ്. അപ്പം 2ാമത്തെ നിലയിൽ എത്തിപ്പെട്ടപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് പിന്നെ ജോലി ചെയ്യാൻ കഴിയാതായി കിടപ്പായി. ഏകദേശം ഒരു 10-12 വർഷത്തിനിടയിൽ 1-2 പ്രാവശ്യമാണ് പുറം ലോകം കാണാൻ പറ്റിയത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരുപാട് പരാതികൾ സർക്കാരിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പരാതികൾ കൊടുത്തു. കുറെ ആൾക്കാരൊക്കെ വന്ന് നോക്കിയിട്ടൊക്കെ പോയതേ ഉള്ളൂ. മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തു. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇദ്ദേഹത്തിന് മെസ്സേജും വന്നു, ആ പരാതി പരിഹരിച്ചു എന്നും പറഞ്ഞു. പക്ഷെ ഇദ്ദേഹത്തിന് ഒരു പരിഹാരവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഇദ്ദേഹത്തിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വീടും അതുപോലെ ഒരു എന്താ പറയാ, ജോലി ചെയ്ത് ജീവിക്കാൻ ഒരു കൊച്ചു കടയും വേണം കേട്ടോ. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അതേ കണക്കത്ത് തന്നെ സ്ഥലത്ത് ഒരു വീടും അതുപോലെ ഒരു കടയും വേണം. കാരണം ഇത് 2ാമത്തെ നിലയിലാണ്. അദ്ദേഹത്തിന് ഇറങ്ങി പോകാനോ വരാനോ ഒന്നും പറ്റത്തില്ല. ഇതിപ്പോ ജനങ്ങളോടല്ല അദ്ദേഹം ചോദിക്കുന്നത്, ഇവിടുത്തെ സർക്കാരിനോടാണ്. കാരണം അർഹതപ്പെട്ട കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഏതായാലും കൂടുതൽ കാര്യം അദ്ദേഹം തന്നെ പറയും. 25 വർഷം മുമ്പാണ് എനിക്കൊരു രോഗം വരുന്നത്. ഈ ജനിതക രോഗമാണ്, മസ്കുലർ ഡിസ്ട്രോഫി എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പൊ അത് ഡോക്ടർമാർ തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു തൊഴിൽ പഠിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു തൊഴിൽ പഠിച്ചു. മോട്ടോർ വൈൻഡിങ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഒരു സ്ഥാപനം തുടങ്ങി. അത് ഇരവിപുരത്ത് പരമൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ സ്ഥാപനം തുടങ്ങിയെന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് എനിക്കവിടെ എൻ്റെ ഭാവി കാലത്തെ ഓർത്ത് ഞാൻ കിടക്കാനും അതൊക്കെ തന്നെ കിടക്കാനും കുളിക്കാനും അതൊക്കെയാണ് എല്ലാമുള്ള സൗകര്യം. അവിടെ ഒരു റൂമും ഒരു കടയുമായിരുന്നു ഞാൻ നിർമ്മിച്ചത്. അത് ദേശീയ ജലപാതയുടെ തീരത്തായിരുന്നു. അത് 8 വർഷം വരെ നടത്തി. 8 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ദേശീയ ജലപാതയുടെ വികസനം വന്നു. എല്ലാവർക്കും സുനാമി ഫ്ലാറ്റ് കൊടുത്തു. ഇത് എന്റെ സ്ഥലമല്ലായിരുന്നു, എന്റെ പേരിലിരുന്ന സ്ഥലമല്ലായിരുന്നു, സഹോദരന്റെ പേരിലിരുന്ന സ്ഥലമാണ്. അങ്ങനെ സഹോദരന് സുനാമി ഫ്ലാറ്റ് കിട്ടി. അപ്പൊ ഞാൻ അവിടെ താമസിക്കുന്നത് 12 വർഷം കൊണ്ട്. അത് ഈ ഇരവിപുരത്ത് വടക്കു ഭാഗം സുനാമി ഫ്ലാറ്റിലാണ്, സ്നേഹതീരം. അവിടെ എന്ന് വെച്ചാൽ 2ാമത്തെ നിലയാണ്. ഈ 12 വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത്. ഈ 12 വർഷം ഈ ഒരു റൂമിനകത്ത് തന്നെയാണ്. എന്റെ ജീവിതം വഴിമുട്ടി. എനിക്ക് തൊഴിലില്ല. തൊഴിൽ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് അമ്മയാണ് കൂടെ സഹായത്തിനെ. പിന്നെ ചേട്ടന് കിട്ടിയ ഫ്ലാറ്റാണ് ഇത്. അപ്പൊ ചേട്ടന്റെ കുടുംബം ഇല്ല ഇവിടെ. ചേട്ടനും മോനും മാത്രമേ ഇവിടെ ഉള്ളൂ. ഇപ്പൊ അവര് കുടുംബമായിട്ട് താമസിക്കേണ്ടതല്ലേ. അപ്പൊ അവർക്ക് കിട്ടിയതാണ്. പക്ഷെ അവർക്ക് താമസിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ. അങ്ങനെ ഒരു പ്രത്യേക ഒരു സൊല്യൂഷൻ. ഞാൻ മോട്ടോർ വൈൻഡിങ് ആണ്. മോട്ടറിന്റെ വൈൻഡിങ്, ഫാന്, മിക്സി, അത് കണക്ക് ഇലക്ട്രോണിക്സിന്റെ ഒരുപാട് പണി അറിയാം. പിന്നെ